ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു സി കുക്കിംഗ്. ഇന്ന് നമ്മളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലം കേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ്ക്ക് ആകുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വെളുത്ത മുന്തിരിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റെഡ് കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രീനും അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത് കുറച്ച് നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം അങ്ങനത്തതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഇതിലേക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു ഗ്രേപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രേപ്സ് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യം കൂടുതലാണെങ്കിൽ തലേ ദിവസമേ സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ആ ജ്യൂസൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. ഫ്ലെയിം വന്നിട്ട് നമ്മളെപ്പോഴും ഒരു മീഡിയമിൽ ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി ഹൈയിലോട്ട് ഇടരുത്. പഞ്ചസാരയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ നിറമാവണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഒരു പതപതപ്പായിട്ട് നമുക്ക് വന്ന് തുടങ്ങും. ആ സമയം ഒരു 2 സെക്കൻഡ് കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഫ്ലെയിമിൽ തന്നെ കിടന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം വന്നിട്ട് തീരെ ലോയിലോട്ടാക്കുക. ലോയിലോട്ടാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്, സാധാരണ പച്ചവെള്ളം. ലോയിലോട്ടാക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അതൊന്ന് പൊട്ടിത്തെറിക്കും. എന്നിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഒരു കട്ട പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. അത് പതുക്കെ പതുക്കെ സാവധാനം മെൽറ്റായിട്ട് വരുന്നുണ്ടായിരിക്കും. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതേ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ആയിരുന്നാലും മതിയാവും നിങ്ങൾക്ക്. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ്. സൈഡിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ പാത്രമായിരുന്ന കാരണം പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അടുത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ പാനിൽ, ഒരു ചൂടായ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ജ്യൂസ് എല്ലാം നമ്മുടെ ഈ ഗ്രേപ്സിൽ പറ്റി പിടിച്ചിരിക്കത്തക്ക രീതിക്ക് ഈ ജ്യൂസൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി ഇങ്ങനെ വറ്റി നന്നായിട്ട് വരുന്നുണ്ട്. കൈ ഇടപെടാതെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയാണ്. അതേസമയം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ പാത്രം, ഇഡ്ഡലി തട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ചിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന ആ സമയം ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അടുത്ത് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറക്റ്റ് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് അളവ് എപ്പോഴും എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഗ്ലാസ്, നിങ്ങൾ മെഷറിംഗ് കപ്പായിട്ട് സാധാരണ ഗ്ലാസ് എടുത്താലും മതി. അതിലേക്ക് ഇങ്ങനെ മാവ് നിറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ 1 കപ്പ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും 1/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 വട്ടമെങ്കിലും ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഒട്ടും ഈർപ്പമില്ലാത്ത ജാർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് 2 ഏലക്ക കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുവപ്പട്ട, ഒരു 2 പീസ് അളവിന് കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ പൊടിച്ചെടുത്തിട്ട് വരാം ഞാൻ. ഇതേ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്കിനൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതേ 2 മുട്ടയും ഞാൻ നന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇതേ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം അളവ് വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ നമ്മളൊന്ന് 2 സെക്കൻഡ് ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പകുതി പോർഷൻ മാവ് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ചേർത്തിട്ട് ഒന്നുകൂടെ ഒരു വിപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് വരുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര കരിയിച്ച വെള്ളം ഉണ്ടല്ലോ, ആ ലായനി ഞാനൊരു പകുതി പോർഷൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ആ പകുതി മാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തപ്പോൾ നല്ല കട്ടിയായിരുന്നു, അതുകൊണ്ട് മുഴുവൻ ആ 1/2 കപ്പ് പഞ്ചസാര പാനിയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ട് വന്ന ഒരു കൺസിസ്റ്റൻസിയാണിത്. ഇത് നമ്മളൊരു ബൗളിലേക്ക് പകർന്നു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചില കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതേ അറൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റ്, ഞാൻ പറഞ്ഞ മെഷർമെൻ്റ് എല്ലാം അതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ നമ്മുടെ ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ കേക്കിൻ്റെ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമ്മൾ കേക്കിൻ്റെ ആ ബാറ്റർ തയ്യാറാക്കിയത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക, കൈയൊക്കെ പൊള്ളാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം ഒരു വെയിറ്റും കൂടെ, ഞാൻ ഇടികല്ലിൻ്റെ ആ വെയിറ്റും കൂടെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ആ കേക്കിൻ്റെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ പപ്പട കുത്തിയോ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. നമ്മുടെ കേക്ക് ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം തണുക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് റിമൂവ് ചെയ്യുന്നുണ്ട് മോൾഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ തണുത്തതിന് ശേഷം റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ പാത്രം അതൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല ചൂടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചൂടോടുകൂടിയാണ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേക്ക്. നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെയാണുള്ളത്. നമ്മൾ റമ്മൊന്നും ചേർക്കാണ്ട് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നല്ല നട്ട്സൊക്കെ അത്യാവശ്യമുണ്ട്. നിങ്ങൾ നട്ട്സ് കൂടുതൽ അളവ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇങ്ങനെ ഈ ഒരു പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.